കണ്ണൂരിൽ പാമ്പ് കടിയേറ്റ് 65 വയസ്സുകാരി മരിച്ചു. കല്ലടത്ത് നബീസയാണ് മരിച്ചത്. 2 ദിവസം മുൻപ് വീടിന്റെ മുറ്റത്തു നിന്നാണ് പാമ്പ് കടിച്ചത്. പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത്. ഇതാണ് നബീസയുടെ വീട്. പ്രത്യക്ഷത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരു പാമ്പിന്റെ സാന്നിധ്യമൊക്കെ ഉണ്ടാകാൻ പൊതുവിൽ അനുകൂലമായ സാഹചര്യമുള്ള ഒരു പ്രദേശമാണ്. അല്പം ഈർപ്പം ഉള്ള വയലിന്റെ കരയാണ്. ഒരു ചെറിയൊരു തോട് പോലുള്ള സംഭവങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ ഇടയിലാണ് ഈ വീടുള്ളത്. ശരിക്കും എങ്ങനെയാണ് നിങ്ങൾ അറിഞ്ഞത്? എന്താണെന്ന് സംഭവിച്ചത്? നമ്മൾ അറിഞ്ഞത് ഇവരെ എടുത്തു കൊണ്ടുവന്നതാണ് കാണുന്നത്. വണ്ടിയിലേക്ക് കൊണ്ടുപോകാൻ ആശുപത്രിയിലേക്ക്. ആ സമയത്ത് ഞാൻ ചെന്ന് അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഉമ്മക്കെന്തോ ക്ഷീണമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അതിനുശേഷം വൈകുന്നേരമാണ് അറിയുന്നത് പാമ്പ് കടിയേറ്റതാണെന്ന്. എവിടുന്ന് പാമ്പ് കടിച്ചു അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അവരൊന്നും വിവരമില്ല. ഇത് വെള്ളിയാഴ്ച ഉച്ചക്കായിരുന്ന സംഭവം. ഒരു 11:30-12 മണിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ സംഭവം ഉണ്ടായിരുന്നത്. അപ്പോൾ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല, അവരൊറ്റക്കാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവരെ മോളെ കുട്ടി പള്ളിയിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ഉമ്മ കടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ തന്നെ പറഞ്ഞു എനിക്ക് എന്തോ ഒരു ക്ഷീണമാകുന്നുണ്ട്, ഇത് കഴിയുന്നില്ല എന്നാണ്. അപ്പോൾ ഉമ്മ ജോലിക്ക് പുറത്ത് പോകുന്നതാണ്. അപ്പോൾ ഉമ്മാനെ വിളിച്ചു വന്നു. അപ്പോഴും തന്നെ തളിപ്പറമ്പ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ നിന്നാണ് പരിയാരം കൊണ്ടുപോകുന്നതാണ്. പരിയാരം കൊണ്ടുപോയി. അപ്പോൾ ഇന്നലെ എല്ലാവരും കൂടി വീട് വൃത്തിയാക്കാൻ പോയി. എല്ലാം വാരി വലിച്ചിട്ട് എവിടെയും പാമ്പിനെ കണ്ടിട്ടില്ല. പാമ്പ് കടിയേറ്റു എന്ന് സ്ഥിരീകരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ രോഗലക്ഷണങ്ങളും ഇതൊക്കെ കണ്ടതിന് ശേഷം പരിശോധനകൾ നടത്തിയതിനു ശേഷം ശരീരത്തിൽ പ്രവേശിച്ച വിഷത്തിന്റെ അംശത്തിൽ നിന്നാണ്. അല്ലാതെ എവിടുന്ന് കടിച്ചു, എങ്ങനെ കടിച്ചു എന്നുള്ള കാര്യം കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. പാമ്പാണ് കടിച്ചത് എന്ന് വൈദ്യശാസ്ത്രപരമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് വെള്ളിക്കെട്ടൻ ഇനത്തിൽപ്പെട്ട പാമ്പാണ് കടിച്ചതെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഈ പരിസരങ്ങൾ കുറച്ചും കൂടി ഇതിന് സാഹചര്യം ഒരുക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ. കാരണം ഓലയും മട്ടലും വിറകൊക്കെ ആയി വൃത്തികേടായി കിടക്കുന്നൊരു സാഹചര്യമുണ്ട്. ഇത് ആണ് പൊതുവിൽ പാമ്പുകൾക്ക് അനുകൂലമായി പാമ്പുകളുടെ വാസസ്ഥലമായി മാറുന്നത് എന്നാണ് പൊതുവിൽ തന്നെ വിദഗ്ധരെല്ലാം തന്നെ പറയുന്നത്. അതുകൊണ്ട് ഈ സാഹചര്യം നോക്കുമ്പോൾ ഇവിടെ നിന്നും ഈ നബീസക്ക് പുറത്തുനിന്ന് കടിയേൽക്കാനുള്ള സാധ്യതയാണ്. അകത്ത് കാര്യങ്ങളൊക്കെ തന്നെ വൃത്തിയാക്കിയും മറ്റും പരിശോധിച്ച് നോക്കിയിരുന്നു. പക്ഷേ അതൊന്നും കണ്ടെത്തിയിട്ടില്ല. പക്ഷേ വെള്ളിക്കെട്ടൻ ഇനത്തിൽപ്പെട്ട പാമ്പാണ് എന്ന് ശാസ്ത്രീയമായി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നത് ഏറെ അനിവാര്യമാണ്. അതിനോടൊപ്പം തന്നെ പൊതുസ്ഥലങ്ങളാണ് വൃത്തികേടായി കിടക്കുന്നതെങ്കിൽ അധികൃതരുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് കൂടി എത്തേണ്ടതും അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ്.